ഇന്നിപ്പോൾ ഇതാ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കളില്ലാന്നല്ല ഇതുമുണ്ട് ഇതുമുന് വയ്യ ആണും ഒക്കെ ജലദോഷവും അലർജിയൊക്കെ ആയതുകൊണ്ടും ഓളൊരു ഉഷാറില്ല ഓളങ്ങനെ കിടക്കുക എണീക്കുക സ്കൂൾക്കും മദ്രസ്ക്കൊന്നും പോയിട്ടുമില്ല. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ചടപ്പിട്ടോ. എന്നിട്ട് കുറേ നേരമായി അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തേരാപാര നടക്കുകയായിരുന്നു. ഒന്നാമത് മദ്രസക്ക് ഇതുമു പോയിട്ടില്ല. അലർജിൻ്റെ ഗുളിക കുടിച്ചിട്ട് രാവിലെ എണീക്കാനേ പറ്റുന്നില്ല. ഭയങ്കര തലക്ക് അപ്പോൾ ഇന്ന് മദ്രസക്ക് പറഞ്ഞേക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്നോട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവളൊക്കെ എണീറ്റതിന് ശേഷമാണ് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വന്നത്. ഞാൻ ഇരുന്ന് വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്. വെള്ളം പിന്നെ ഈ ഒരു ഡയറ്റ് ആകുമ്പോൾ എൻ്റെ ഒരു സമാധാനമാണ് കേട്ടോ. വെള്ളം കൂടി പ്രോപ്പറായിട്ട് നടക്കും. അങ്ങനെ ഞാനത് നോക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കമൻറ്റ് ഉണ്ടായിരുന്നു 3-4 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന്. 4 ലിറ്റർ ഞാൻ നോക്കാറുണ്ട്. 4 ലിറ്റർ വെള്ളം നമ്മൾ ഒരു 25 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് 1 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം എന്നാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 100ൻ്റെ അടുത്തെത്തിയതുകൊണ്ട് മിനിമം 4 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാനത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, വെള്ളം കുടിക്കാൻ. ഇല്ലെങ്കിൽ പണി കിട്ടൂലേ. അപ്പോൾ രാവിലെ ഇതാ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാനിങ്ങനെ കുറേശ്ശെ കുടിച്ചിട്ട് അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ കുടിക്കണതും നല്ലതല്ല കേട്ടോ. നമ്മളെപ്പോഴും പിന്നെ കുറേശ്ശെ ഓരോ മുറുക്ക് അങ്ങനെ കുറേശ്ശെ കുടിച്ചിട്ട് ഓരോ ഗ്ലാസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുടിക്കുക. അപ്പം അങ്ങനെ കുടിച്ചിട്ട് ഒരു 10 മണി ആകുമ്പോഴേക്കും ഇങ്ങനെ അങ്ങനെ ഒരു ലിറ്റർ വെള്ളം അങ്ങനെ ആക്കും. പിന്നെ ആ ഒരു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു കോപ്പ വെള്ളം നിറച്ച് വെക്കുക. പണ്ട് വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ഈമ്പി കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കാനായിട്ട്. അതിൻ്റെ ഐറൂസ് ഉണ്ടാകുമ്പോൾ ആദ്യം കിട്ടണം ആ വെള്ളം കുപ്പി. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നടക്കുക. എന്നിട്ട് അത് പിന്നെ നിലത്തിടുക, പൊട്ടിക്കാൻ, അതിന് കയറി നിൽക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് മെല്ലെ എടുത്തങ്ങോട്ട് വെച്ചുവിട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പാത്രം കാണാത്തത്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ പഴയ കോപ്പ ഉണ്ടല്ലോ അതിൽ തന്നെയാണ് വെള്ളം നിറച്ച് വെക്കും. അതങ്ങോട്ട് കുടിച്ച് തീർക്കും. അപ്പോൾ ഇതുമ്പോൾ ഞാൻ നീച്ച് വന്ന പാടെ ഓക്ക് ദോശയൊക്കെ ചുട്ടുകൊടുത്തു. ദോശമാവ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നടന്നിരുന്നത് കേട്ടോ. അല്ലാതെ ഒരു അടുക്കളയ്ക്ക് വരാതെ ഇങ്ങനെ നടന്നത്. പിന്നെ കറി ഞാൻ ബാജിക്കറിയാണ്, ഈ ഉരുളക്കിഴങ്ങ് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബാജി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അതിന് മൂപ്പർക്ക് ദോശയൊക്കെ ചുട്ടുകൊടുത്തു. മൂപ്പര് തിന്ന് അതിന് ശേഷം ഇതും എണീറ്റ് വന്ന് ഓക്ക് മരുന്നും ഗുളികയൊക്കെ കുടിക്കാണ്ട് ഓക്ക് കൊടുത്തു. ഗുളിക മരുന്ന് കുളപ്പിച്ച് കൊടുക്കണുണ്ട്. ആ സമയത്ത് ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി. ഒരു 10 മണി 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല ചായ ഉണ്ടാക്കി രാവിലെ തന്നെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബദാമും അണ്ടിപ്പരിപ്പും പിന്നെ മോള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വാൾനട്ട് ഓൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ വാങ്ങണതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തന്നതായിരുന്നു. അമ്മച്ചി ഇതും കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് തന്നതായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ അൾക്കിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും ഒക്കെ ഇന്നിങ്ങനെ കഴിക്കണ്ടോ സംബന്ധിച്ച് എല്ലാവരും എന്നോട് പറഞ്ഞു രാവിലെ കുറച്ച് അത് ഇന്നലെ എനിക്ക് ഒരുപാട് നല്ല കമൻറ്റ് ഉണ്ടായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലത്തെ വീഡിയോക്ക്. കാരണം കാര്യമായിട്ട് ഞാൻ കഴിക്കണില്ല, ഒന്നും നല്ലത് കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫുഡിൻ്റെ രീതി ഇതേപോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഒരു അൺഹെൽത്തി ഒരു റൊട്ടീനാണ് എൻ്റേത് എന്നുള്ളത്. ഞാൻ അതൊന്ന് നല്ല ഹെൽത്തി ആക്കാൻ തന്നെയാണ് ഈ ഡയറ്റ് ചെയ്യുന്നത്. ഡയറ്റ് ആകുമ്പോൾ നമ്മൾ മുട്ട കഴിക്കും, ബദാം കഴിക്കും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ എനിക്ക് രാവിലെ എത്രയായാലും ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് കഴിയൂല കേട്ടോ. എത്രയായാലും നമുക്ക് ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് രാവിലെ ചായ കിട്ടുമ്പോൾ ഉച്ച വരെ അത് മതി, എനിക്കങ്ങനെ വേണമെന്നില്ല. ചില ദിവസങ്ങളിലാണ് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഒരു വിശപ്പ് വരിക. അങ്ങനെ ആകുമ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞ കമൻറ്റിൽ അത്രയും പറഞ്ഞതുകൊണ്ടാണ് രാവിലെ ഞാൻ ഒരു ഹെൽത്തി ഫുഡായ നട്ട്സ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. ഈത്തപ്പഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈത്തപ്പഴം കൂടി അധികം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചു. പിന്നെ എന്താ പറയുക, വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു വീഡിയോ എടുത്തപ്പോൾ പരിപ്പ് കറിയും ചോറൊക്കെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കയറിപ്പോയി കുറച്ച് കലാപരിപാടി അവിടെ ചെയ്തു. എന്തൊക്കെയോ അപ്പോൾ തോന്നുന്നതൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ നല്ല അടിപൊളി കഷ്ണമീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മൂപ്പര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല മീൻ കേട്ടോ. ഒരു എന്താ പറയുക, നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മീനാണേ തോന്നുന്നില്ല. ആ ഒരു രീതിയിലുള്ള നല്ല മീനായിരുന്നു. ഇതിൻ്റെ പേരൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അതായത് ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാനൊന്നും അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് നന്നാക്കി ക്ലീൻ ചെയ്തു. ചോറവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമൂന്ന് പിന്നെ കഫകെട്ടും പനിയൊക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗീ റൈസ് വല്ലാതെ വെക്കാത്തത് കേട്ടോ. ഇതുമ്പോൾ എപ്പോഴും പറയും വെച്ചാൽ എന്താ ഗീ റൈസ് ഉണ്ടാക്കാത്തത്, നീനും വരുമ്പോൾ മാത്രമാണോ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷേ എന്താ വെച്ചാൽ കഫക്കെട്ടാകുമ്പോൾ ഈ കഫ ഉണ്ടാകുമ്പോൾ നെയ്യ് പിന്നെ
പിന്നെ എണ്ണ മെഴുക്കൊന്നും അധികം പറ്റൂലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒഴിവാക്കുക, ചെറുതായിട്ട് സാധാ നോർമൽ ചോറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. ഒക്കെ കണ്ണെടുത്താൽ കണ്ടൂടെ ഈ ചോറൊന്നും. പിന്നെ ഇഷ്ടപ്പെട്ട പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പരിപ്പ് കറി പിന്നെ പപ്പടം പൊരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പപ്പടം വാങ്ങാറേ ഇല്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് നല്ല പ്രഷറുള്ള ഒരാളാണ്. പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ മൂപ്പര് കഴിക്കും, പപ്പടം നല്ലോണം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പപ്പടമേ കൊണ്ടുവരില്ല. അപ്പോൾ ഇത് മൂന്നും ഐറോസിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ പപ്പടം വാങ്ങാറുള്ളത്. അപ്പോൾ പപ്പടം വെച്ച് 2 പപ്പടം പൊരിച്ച് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചോറൊക്കെ ഇങ്ങനെ വെച്ച് അത് റെഡിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് തോരനും പിന്നെ ചോറും പരിപ്പ് കറിയും മീനുമാണ് ഇന്നത്തെ ഒരു ഫുഡ്. പരിപ്പ് കറി തന്നെ പരിപ്പിനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളി ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഞാൻ തൂമിച്ചെടുക്കണം. അപ്പം ബീട്രൂട്ടാണ് ഞാനത് ഇവിടെ സെറ്റ് ആക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഫുഡ് ഇന്നലെ എനിക്കൊരു മെനു തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, സീനത്ത് എന്നാണ് പേര്. അപ്പോൾ ആ മെനു ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അതുപോലെയൊക്കെ കഴിക്കാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ കാര്യം മാത്രമാകുമ്പോൾ ഒരു ചെറുതായിട്ടൊരു മടി ഉണ്ടാവുമല്ലോ ചെയ്യാൻ. രാഗിയൊന്നും ഇവിടെ ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ആദ്യം ഞാൻ പിന്നെ മൂപ്പർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രാഗിയുണ്ട്, രാഗിപ്പുട്ട്, രാഗി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് അത് തീരെ അങ്ങനെ പിടിക്കണില്ല. അപ്പം ഓൽക്കത് അരി ഭക്ഷണം, നമുക്ക് വേറെ അതൊന്നും നടക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണോ ഉണ്ടാക്കുന്നത് അത് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും രാവിലെ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുട്ട എന്തായാലും കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ രാവിലത്തെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെ പിന്നെ വിശക്കൂല. ആ ടൈമിൽ എനിക്ക് വിശപ്പേ വരില്ല. ഒരു ചായക്ക് മാത്രമേ എനിക്ക് തോന്നുള്ളൂ, ചായ വേണം രാവിലെ നീച്ച പിന്നെ ഈ ഒരൊറ്റ ചിന്തയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരു കപ്പ് കുടിച്ചാൽ പിന്നെ എനിക്ക് ഉച്ചവരെ ആ ഒരു എനർജി മതി കേട്ടോ. അപ്പോൾ സത്യം പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കിട്ടിയാൽ മതി. പിന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മധുരം, നല്ല പഴംപൊരി, ഉള്ളിവട, സമൂസയൊക്കെ കിട്ടണം. അപ്പോൾ നമ്മൾ ഡയറ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗത്തേക്ക് നോക്കുന്ന ബേക്കറി ഐറ്റംസ് ഒന്നും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നേ ഇല്ല. നെയ്വടയൊക്കെ എല്ലാം അങ്ങോട്ട് കട്ട് ചെയ്തു. അങ്ങനെ അതാ നമ്മുടെ ഫുഡൊക്കെ ഇതാ ഓൾറെഡി സെറ്റായിട്ടോ. മീൻ പൊരിച്ചതുണ്ടാക്കി, പരിപ്പ് കറി തൂമിച്ചു, പിന്നെ പപ്പടം പൊരിക്കാനുള്ള ചട്ടിയാണ് ഇപ്പോൾ വെച്ചത്. പപ്പടമൊക്കെ പൊരിക്കണതിന് ആ സമയം ഞാൻ നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചട്ടി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഞാൻ മാങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയ ടൈമിൽ പച്ചമാങ്ങ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് തേങ്ങയും മാങ്ങയൊക്കെ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ കുഴച്ച് അത് കഴിക്കാമല്ലോ. അങ്ങനെ തേങ്ങ ചിരണ്ടി പച്ചമാങ്ങയൊക്കെ ചെറുതായിട്ട് ചനച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. പക്ഷേ 2 ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു. പക്ഷേ ചെറുതായിട്ടൊരു ചനപ്പ് വരുന്നുണ്ട്, എന്നാലും പുളിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തോലൊന്നും കളയാതെ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി മല്ലിച്ച പുതിന ഉണ്ടായിരുന്നു, അതും ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. മാങ്ങ ചമ്മന്തി നമുക്ക് എല്ലാവർക്കും ഭയങ്കര വീക്ക്നെസ് ആണില്ല. ഇത് മാങ്ങ വാങ്ങുന്ന സമയത്ത് എന്താ പറയുക, ഈ ഉണക്ക ചെമ്മീനുണ്ടല്ലോ അത് വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നി അത് വാങ്ങിയെന്ന്. പക്ഷേ അതൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ചോറൊക്കെ കൂട്ടി കഴിക്കണ്ട. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അന്ന് വാങ്ങാഞ്ഞത് കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് അത് വാങ്ങിയെന്ന്. എന്നിട്ടിപ്പം എന്തായാലും അതൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ചമ്മന്തി അടിച്ചെടുക്കണത് നല്ല നല്ല ടേസ്റ്റ് കേട്ടോ. മാങ്ങ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കുമ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ട് മീൻകറി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വാങ്ങിയതാണ്. പക്ഷേ അതിനൊന്നും നടന്നില്ല. മാങ്ങ ചമ്മന്തി ഇടിച്ച് തന്നെ മാങ്ങ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇതും വൈകുന്നേരമൊക്കെ ആയാലും അത് ഉപ്പിരുമ്പി കഴിക്കും കേട്ടോ. അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ പറയും കഫക്കെട്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ മാങ്ങ പുളിയുള്ളതൊന്നും അധികം കഴിക്കാൻ പറ്റില്ലല്ലോ. കഴിക്കണ്ടെന്ന് പറഞ്ഞാലും നൂല് കേൾക്കൂല അവള്. പിന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ എന്താ പറയുക, അതങ്ങനെ മാങ്ങ അത് കഴിഞ്ഞു. ഏതായാലും ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചട്ടിക്ക് നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി സെറ്റായിട്ടുണ്ട്. വേഗം പപ്പടമൊക്കെ പൊരിച്ചെടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതുവരെ ഞാനൊന്നും കഴിച്ചില്ല. രാവിലെ ചായ നട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇന്നലെ നമുക്ക് വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കഴിക്കണതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം 500 ഗ്രാം വെച്ച് കുറയുന്നത് സത്യമാണ്. ഞാൻ എന്താ വെച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നില്ല കേട്ടോ. വെള്ളം കുടിച്ചാൽ വെയിറ്റ് കൂടും എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ടൈപ്പ് ആളാണ് ഞാൻ. അപ്പോൾ കുറച്ചെന്തെങ്കിലും കഴിക്കുമ്പോഴേക്കും തന്നെ ഞാൻ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറയാനും ഭയങ്കര പാടാണ്. പിന്നെ കഴിക്കുന്നതാണെങ്കിലോ ഭയങ്കര എന്താ പറയുക, മധുര ഐറ്റംസ് കൂടുതൽ ഇഷ്ടം മധുരത്തിനോടാണ്. ഞാനിങ്ങനെ ചെറുപ്പത്തിലേ നല്ല തടിയുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. എൻ്റെ ഇതുമ്മൂൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഓളൊന്നും ചീത്ത പറയാനൊന്നും അധികം പറ്റൂല. കാരണം ഞാനും ആ ഒരു സമയത്ത് അതേ വണ്ണൊക്കെ ആയിരുന്നു. പഴയ കുറച്ച് ഫോട്ടോസിൻ്റെ ചെറുപ്പത്തിലുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ മഞ്ചേരി പോകുമ്പോൾ ആൽബത്തിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിക്കണം കേട്ടോ. അന്നത്തെ ഒരു വണ്ണം വലിപ്പമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഞാൻ അത്യാവശ്യം
നല്ല വണ്ണമുള്ള വെയിറ്റുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. എന്തായാലും നമ്മളെല്ലാ വിഭവങ്ങളും മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ചോറുണ്ട്, നല്ല പരിപ്പ് കറി, പിന്നെ എന്താ പറയുക ബീട്രൂട്ട് തോരന്, മീൻ പൊരിച്ചത്, പപ്പടം പൊരിച്ചത്, ചമ്മന്തി, പോരെ അടിപൊളിയല്ലേ ലഞ്ച്. അപ്പോൾ ഞാൻ കഴിക്കാനെടുത്തത് രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 2 മുട്ട എടുത്തു. പിന്നെ എന്താ പറയുക ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ 2 കഷ്ണം മീൻ, പപ്പടം പൊരിച്ചപ്പോൾ പിന്നെ എനിക്കും കഴിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. രാവിലെ ഉണ്ടാക്കിയ ബാജിക്കറിയാണ് അവിടെ കിടക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് അതും കൂട്ടി കഴിക്കുന്നുണ്ട്, പരിപ്പ് കറീൻ്റെ ഒപ്പം അതും പാർന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഇന്ന് തൈര് എടുത്തില്ല, കാരണം തേങ്ങാ ചമ്മന്തി പുളിയുള്ള ചമ്മന്തി ഉള്ളതുകൊണ്ട് ഇനി വേറെ എക്സ്ട്രാ പുളിയുള്ള സാധനമൊന്നും എടുത്തില്ല കേട്ടോ. നല്ല പിന്നെ തേങ്ങാ ചമ്മന്തി അതിൽ കുഴച്ചത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല പിന്നെ എന്താ പറയുക വിറ്റാമിൻസ് പച്ചക്കറി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വിറ്റാമിൻസും എന്താ പറയുക നല്ല ഫുഡ് കഴിക്കുന്നില്ല എന്ന് ആരും പരാതി പറയരുത്. ഇനി ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കറിയാം പിന്നെ ഞാനത് ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ഞാൻ എന്തൊക്കെയാണ് കഴിക്കണത് എന്നുള്ളത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴാണ് മനസ്സിലാവണം. ഇത്രയും ബോറായിട്ടാണോ ഞാൻ ഫുഡ് കഴിക്കണത്, ഇത്രയും എന്താ പറയുക എന്തൊക്കെയോ ആണ് ഞാൻ കഴിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. ഇപ്പം ഞാനത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കമൻസിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വില വെക്കാതെ നിൽക്കുന്നില്ല. അപ്പോൾ ഞാനിതാ ഉച്ചയ്ക്ക് രാവിലെ കഴിച്ചിട്ടില്ല. രാവിലെ എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് 3 നേരം കറക്റ്റ് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ രാവിലെ എനിക്ക് വിശപ്പേ ഉണ്ടാവില്ല. വിശപ്പില്ലാതെ കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ആ വിശപ്പിനുള്ളതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉപ്പേരി എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, മീനുണ്ട്, പ്രോട്ടീനുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ്. അരിഭക്ഷണം എടുത്തിട്ടില്ല ഇന്ന്. പക്ഷേ ഞാൻ തീരെ കഴിക്കുന്നില്ല എന്നൊന്നും ഞാൻ അങ്ങനെ പറയണില്ല കേട്ടോ. കാരണം ചില ദിവസം എനിക്ക് എന്തെങ്കിലും ഇച്ചിരി അരിഭക്ഷണം പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പമൊക്കെ കഴിക്കാൻ തോന്നാറുണ്ട്. ഇന്നിപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചോറിട്ട് കഴിക്കാനൊന്നും തോന്നിയില്ല. ഈ സംഭവം കൂട്ടി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോറെടുത്തില്ല. ശരിക്കും അതിലേക്ക് ചോറും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ വെയിറ്റ് രാവിലെ കൂടുന്നത് ആലോചിച്ചപ്പോൾ അതൊന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ ആരും ഇന്നലെ ഒന്നും റിപ്ലൈ തന്നില്ല. കാരണം നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇത്ര വെയിറ്റായി, ഈ വെയിറ്റിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുകയാണെന്നൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്തായി, വെയിറ്റ് 3 ദിവസം 4 ദിവസം കൊണ്ട് എന്തെങ്കിലും കുറഞ്ഞോ? നമ്മളിപ്പോൾ വാട്ടർ വെയിറ്റ് ആണ്. ഒരാഴ്ച നമ്മൾ ഏത് ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് കുറഞ്ഞു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വാട്ടർ വെയിറ്റ് ആയിരിക്കും. അത് പെട്ടെന്ന് കുറയും. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കുറക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരിക. അപ്പോഴാണ് വർക്കൗട്ടിൻ്റെ ഒക്കെ ആവശ്യം വരിക. എന്തായാലും കുറഞ്ഞതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ലല്ലേ നമുക്കത് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ വരുള്ളൂ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇത് അത്യാവശ്യം വയറ് നിറച്ച് കഴിച്ചതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു കോപ്പ വെള്ളമൊക്കെ ആയിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാനോ അതിനൊക്കെ ഇരിക്കാറ്. പിന്നെ എപ്പോഴും വെള്ളം ഇങ്ങനെ കുടിക്കണതുകൊണ്ട് എനിക്ക് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുമൊക്കെ രാത്രി കഴിക്കൂല മാരിബ് നിസ്കരിച്ച അപ്പോൾ എല്ലാവരും ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കൂട്ടെ. ഈ സമയത്താണ് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പള്ളിക്കന്ന് വരുമ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് അങ്ങോട്ട് കഴിക്കലാണ്. മൂപ്പര് കഴിച്ച് എണീറ്റ് പോയി. പിന്നെ ഞാനങ്ങോട്ട് ഇരുന്നു. ഇപ്പം എനിക്ക് എന്താ പറയുക പച്ചക്കറി അങ്ങനെയൊന്നും കഴിക്കാത്ത ഒരു തോരനൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പഴം ഉണ്ടായിരുന്നു അവിടെ, അത് ഒരു പഴം എടുത്തിട്ട് പുഴുങ്ങിയിട്ട് തേങ്ങ ഇട്ട് കഴിച്ചു കേട്ടോ. പഴം കലോറിയാണ്, കൂടുതൽ കലോറി ഉള്ളൊരു സാധനമാണെന്നൊക്കെ അറിയാം. പക്ഷേ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി. ഞാൻ പിന്നെ നെയ്യിട്ട് വാട്ടി അങ്ങനെയൊന്നും ചെയ്തില്ല. ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് ഇച്ചിരി തേങ്ങ ഇട്ടിട്ട് അവിടെ കഴിക്കാതെ വിചാരിച്ചു. സാധാരണ പഴം തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കൊക്കെ ആഗ്രഹം വരിക അല്ലേ. പിന്നെ കഴിക്കുകയാണെങ്കിലും പഴം വാട്ടി കഴിക്കണതാട്ടോ എനിക്കിഷ്ടം. പിന്നെ ഞാനത് എടുക്കാതെ പുഴുങ്ങി അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് കഴിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ച ഫുഡുകളൊക്കെ നല്ല അടിപൊളിയല്ലേ. നല്ല കുട്ടിയായിട്ട് ഞാൻ 3 നേരം കഴിച്ചിട്ടുണ്ട്. ഒന്ന് രാവിലെ ചായ, നട്ട്സ്, 2 ഉച്ചക്ക് പച്ചക്കറികൾ, മുട്ട, മീൻ, പ്രോട്ടീനൊക്കെ കഴിച്ചിട്ടുണ്ട്. വൈകുന്നേരം നല്ല ചായയും നമ്മുടെ പഴം വാട്ടിയതല്ല പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ടുണ്ട്. 3 നേരം ഒരു നല്ല രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എനിക്ക് തന്നെ സജഷനും കാര്യങ്ങൾക്കൊക്കെ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ അതിൻ്റേതായ നല്ല രീതിയിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ പറഞ്ഞു തരുന്നതിനും. കുറേ കാര്യങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അതുപോലെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് അതിൻ്റേതായ വിലക്ക് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസമാണ് കേട്ടോ വെയിറ്റ് കാണിക്കുക.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.